ഹായ് അമാഷ് ബുഷ്. എല്ലാവരും എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതുപോലെ നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം. ഇന്ന് പറയുന്നത് ഇന്നൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ ഹെയറിനെ പറ്റിയാണ്. നമ്മളെല്ലാവരും ഹെയർ കട്ട് ചെയ്യുന്നുണ്ട്. ഹെയർ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കസ്റ്റമർ വന്നു കഴിഞ്ഞാൽ, ഒരു ക്ലയൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പോയി ഇരുന്ന് ചെയ്യുന്ന ഒരു പതിവാണ്. അപ്പോഴെങ്ങനെയാണ് നമ്മളൊരു ഹെയർ കട്ടിങ്ങിനെ ചെയ്യേണ്ടത്? ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഹെയർ വരും, സ്റ്റൈൽസ് വരും, ഹാർഡായിട്ടുള്ളത് വരും, ഫ്രീസണസ് ആയിട്ടുള്ള ഹെയർ വരും, അതേപോലെ നമുക്ക് വെരി കേളി ഹെയർ വരും, പേമിങ് സ്റ്റൈലുള്ള ഹെയർ വരും, അതുപോലെ വെരി സ്ട്രൈറ്റ് ഹെയർ വരും. ഇങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഹെയർ നമ്മൾ ഹെയർ കട്ടിങ് ഒരു ഹെയർ ഡ്രസ്സിനെ സംബന്ധിച്ചോളം നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നതാണ്, ക്ലയൻറ്റ് വന്നിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഓരോ ഹെയറിനെയും ടെക്സ്ചർ ബേസ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഏത് സ്റ്റൈൽസാണ് കൊടുക്കാൻ പറ്റുക, അത്തരത്തിലുള്ള ഒരു കാര്യത്തിനെ പറ്റിയാണ് ഞാനിവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പം നമുക്ക് ഒരു സാധാരണ എൻ്റെ സൗത്ത് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മലബാർ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ ആൾക്കാരുടെ ഹെയർ കംപ്ലീറ്റ് ആയിട്ടും കേളി ഹെയർ ആണ്, അല്ലെ വേവി ഹെയർ ആണ്, അല്ല പേം സ്റ്റൈൽസ് ആണ്. പേം സ്റ്റൈൽസ് വേവി കേളി രണ്ടും കൂടി മിക്സ് ആയിട്ടുള്ള ഹെയർസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെയർ വരുമ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മുടെ ഹെയറിൻ്റെ ടെക്സ്ചർ ബേസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു സ്റ്റൈൽസ് കൊടുക്കാൻ പറ്റുക? എല്ലാവർക്കും ഭയങ്കര ഒരു പ്രയാസവും ഇത് പഠിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടും എല്ലാം ഒരുപാട് ആൾക്കാർക്കുണ്ട്, പ്രത്യേകിച്ചും ബിഗിനേഴ്സിനും. അതുപോലെ ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ള ആൾ ഒരു കാര്യം ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കുക, ഒരു 10 years 15 years ഇതൊന്നും എക്സ്പീരിയൻസ് അല്ല. നമ്മൾ ചിലപ്പോൾ 2 വർഷം കൊണ്ട് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റും, അല്ലെങ്കിൽ പഠിച്ചെടുത്ത് അത് ഭയങ്കരമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഒരു ഹെയറിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പം ഓരോ കാര്യങ്ങളും ഡിപ്പാർട്ട്മെന്റ് ആയിട്ടാണ് പോണത്. ഇപ്പൊ ഹെയർ എന്ന് പറഞ്ഞാൽ ഹെയറിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, സ്കിൻ എന്ന് പറഞ്ഞാൽ സ്കിന്നിന്റെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, പെഡിക്യൂർ എന്ന് പറഞ്ഞാൽ പെഡിക്യൂർ ഒരു നെയിൽ ക്ലബായിട്ടാണ് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ എല്ലാം ഡിവൈഡായി പോയിരിക്കുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞ കാര്യം വെച്ചാൽ എക്സ്പീരിയൻസ്, ഞാനിപ്പം 10 years എക്സ്പീരിയൻസ്, ഞാനൊരു 15 years എക്സ്പീരിയൻസ്. ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഏത് മേഖലകളിലാണോ, ഏത് നമുക്ക് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഏത് ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ എന്താ പറയുക അതിന്, ഏതൊരു ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞത് ഞാൻ പറഞ്ഞാൽ ഒരു ഹെയർ ടെക്നീഷ്യൻ, അല്ലെ സ്കിൻ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ അതുപോലെ ഒരു മെഹന്തി ആർട്ടിസ്റ്റ്, അതുപോലെ മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഇങ്ങനെ ഓരോ ആൾക്കാരും ഓരോ തരത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷയത്തിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പുതിയ ഓരോ പഠിച്ചെടുക്കുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുന്നത്. പണ്ടൊരു ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആണ് എന്ന് വെച്ചാൽ കൂടുതൽ അവസരങ്ങളോ കൂടുതൽ നമുക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലേക്കോ ഉണ്ടായിരുന്നില്ല എന്നതാണ് സത്യം. എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴത്തെ ഹെയർ സ്റ്റൈൽസും കുറച്ചും കൂടി പിറകോട്ട് പോയി കഴിഞ്ഞുള്ള ഹെയർ സ്റ്റൈൽസും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു 5 വർഷം കൊണ്ടാണ് ഇവിടെ ഇത്രമാത്രം ഒരു മാറ്റം കാണുന്നത്, പ്രത്യേകിച്ചും കൊച്ചിയിൽ. എന്ന് വെച്ചാൽ ഈ 5 വർഷത്തിന് മുമ്പ്, ഈ 5 വർഷത്തിൽ ഇവിടെ ഇറങ്ങിയിരിക്കുന്ന ഈ സ്റ്റൈൽസ് ഒക്കെ ബാംഗ്ലൂർ ഇറങ്ങിയിട്ട് ഏകദേശം 10 വർഷം കഴിഞ്ഞു. അപ്പൊ 5 വർഷം എടുത്തു കേരളത്തിലേക്ക് എത്താനാണ് ആ സ്റ്റൈൽസ്. ഇവിടെ നിന്ന് പോകുന്ന കുട്ടികൾ, ഇപ്പോൾ അവിടെ പോയി പഠിക്കുന്ന പിള്ളേര്, അപ്പോൾ ഇവിടെ വന്നിട്ട് ആ സ്റ്റൈൽസ് ഇങ്ങനെ കാണിച്ചു വരുമ്പോഴാണ് ഇവിടെ എസ്റ്റാബ്ലിഷ് ആകുന്നത്. വില്ലേജിലേക്ക് എത്തുമ്പോൾ കുറേയും കൂടി താമസം എടുക്കുന്നുണ്ട്. പെട്ടെന്ന് ആരും അക്സെപ്റ്റ് ചെയ്യില്ല. നമ്മളെ എല്ലാ കാര്യത്തിലും നമുക്ക് എക്സെപ്റ്റേഷൻ കുറവാണ്. കുറേ കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാം അക്സെപ്റ്റ് ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാവരും എല്ലാം ചെയ്യും. ആദ്യം പറഞ്ഞ് അത് മോശമാണെന്ന് പറഞ്ഞ ആൾക്കാരെല്ലാം പിന്നീട് അതെല്ലാം ചെയ്യും. അത്തരത്തിലുള്ളൊരു സ്ഥിതിയാണ് നമുക്കിപ്പം എപ്പോഴും കാണാൻ പറ്റുന്നത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു വരുന്നത് ഹെയറിന്റെ പ്രോബ്ലം, ഒരു ഹെയർ അല്ലെ അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടി അതിലൂടെ മിഡിൽ വെച്ച് നിർത്തിപ്പോയി. ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്ന കാര്യം, ചില ആൾക്കാർ പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു ഞാൻ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഞാൻ 15 വർഷത്തെ എക്സ്പീരിയൻസ്. ഏത് കാര്യത്തിലാണ് എക്സ്പീരിയൻസ്, ഏത് ടെക്നിക്കൽ സൈഡിലാണോ എക്സ്പീരിയൻസ് എന്ന് അവർക്ക് പറയാൻ പറ്റില്ല. അവർ ഓൾറൗണ്ടർ എന്ന് പറയുമ്പോൾ എല്ലാത്തിനെ പറ്റിയും കൃത്യമായിട്ടുള്ള നോളേജും അതേപോലെ പ്രാക്ടിക്കലായിട്ടും നമുക്ക് എല്ലാ കാര്യത്തിലേക്കും വേണം. അത്തരത്തിലുള്ള കാര്യത്തിനെ പറ്റി നമുക്ക് ചിന്തിച്ചെടുക്കാൻ അസാധ്യം കേട്ടോ. എന്ന് വെച്ചാൽ നമുക്ക് ഓരോ ഡിപ്പാർട്ട്മെന്റ് ബേസിലും ഇപ്പം നമ്മളൊരു നെയിൽ എടുത്തു കഴിഞ്ഞപ്പോൾ അത് ആർട്ടിസ്റ്റാണ്, നെയിൽ ആർട്ടിസ്റ്റാണ് ഇപ്പം വരുന്നത്, പെഡിക്യൂറിസ്റ്റ് ആണ്, മെനിക്യൂറിസ്റ്റ്, പെഡിക്യൂറിസ്റ്റ്, നെയിൽ ആർട്ടിസ്റ്റ്. ഇപ്പം ഇങ്ങനെ പോവാണ്. ഇപ്പം പുറത്തൊക്കെ ആണെങ്കിൽ നെയിൽ ക്ലബ്ബുകളാണ്. ഓരോന്നിനെ പറ്റി അതിന് ഇപ്പൊ നെയിൽ ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഒരു ക്ലബ്ബ് എന്ന് വെച്ചാൽ നെയിലിന്റെ മാത്രമായിട്ടുള്ള ക്ലബ്ബ്, പെഡിക്യൂറിസ്റ്റ്, മാനിക്യൂറിസ്റ്റ്, അതിൽ നെയിൽ ക്ലബ്ബ്, നെയിൽ ആർട്ട്, നെയിൽ എക്സ്റ്റൻഷൻ, ഇങ്ങനെ പോകുന്നു അതിന്റെ ഒരുപാട് കാര്യങ്ങളെ പറ്റി. അപ്പം മനസ്സിലാക്കുക, എക്സ്പീരിയൻസിനെക്കാട്ടും കൂടുതൽ വേണ്ടത് നോളജാണ്. എല്ലാ ആൾക്കാരും പറയുന്നത് ഞാൻ 10 years എക്സ്പീരിയൻസ്, 15 years എക്സ്പീരിയൻസ്, 19 years എക്സ്പീരിയൻസ്. ഇതൊന്നും ഒരു എക്സ്പീരിയൻസ് അല്ല. ശരിക്ക് 2 വർഷം കൊണ്ട് ഇതൊക്കെ പഠിച്ചു വരുന്ന ആൾക്കാരുണ്ടാകും. വളരെ ഏതെങ്കിലും ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് അവർ ഭയങ്കര കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്കിന്നിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട്, സ്കിന്നിനെ പറ്റി എല്ലാ ആധികാരികമായി പഠിച്ചുകൊണ്ട് ഇറങ്ങുന്ന ആൾക്കാർ
അതാണ് ശരിക്കുള്ള പഠിത്തം, അല്ലെ അതാണ് ശരിക്കുള്ള നമ്മളുടെ ഒരു നമ്മളുടെ ഒരു വിജയം, അല്ലെങ്കിൽ നമ്മളൊരു നമുക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന രീതിയിൽ ഒരു സ്കിന്നിനെ പറ്റി പഠിക്കണം, അല്ലെങ്കിൽ അനലൈസിങ് പഠിക്കണം. എന്താണ് സ്കിന്നിനെ പറ്റി എന്തൊക്കെയാണ്, ഏതൊക്കെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റും, സ്കിന്നിനെ അനലൈസ് ചെയ്തുകൊണ്ട് നമ്മുടെ സ്കാർ എങ്ങനെ, പിഗ്മെന്റ് എങ്ങനെ, അതേപോലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട്. അപ്പം ഞാൻ പറഞ്ഞത് ഹെയറിനെ പറ്റിയാണ്. ഹെയറിലേക്ക് തന്നെ മടങ്ങിപ്പോകാം. നമ്മൾ ഹെയറിനെ പറ്റി പറയുമ്പോൾ ഒരു ക്ലയൻറ്റ് വരുമ്പോഴേക്ക് ഒരു ക്ലയൻറ്റ് വരുമ്പോൾ അവരുടെ മെയിനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ നോക്കേണ്ടത് അവരുടെ ഹെയറിൻ്റെ ടെക്സ്ചർ, വോളിയം, ഹെയർ അഥവാ ഹെയർ ഫാൾസ്, അതേപോലെ ഡാൻഡ്രഫ്, ഇങ്ങനെയുള്ള കംപ്ലീറ്റ് ആയിട്ടും നമ്മളൊന്ന് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അവരുടെ ഹെയർ ഫാൾസ് ഉണ്ടാകുന്നുണ്ടോ, ആ ഉണ്ടാകുന്നതിന്റെ കാരണങ്ങൾ എന്താണ്, ഇതും കൂടി നമ്മൾ അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഹെയർ കട്ടിങ്ങിനെ പറ്റി വരാം. നമ്മളൊരു ഹെയർ കട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് വന്ന ഉടൻ തന്നെ ക്ലയന്റിനെ ഹെയർ വാഷ് ചെയ്യാൻ കൊണ്ടുപോകരുത്. കാരണം ഹെയറിന്റെ ടെക്സ്ചർ, ഏത് തരത്തിലുള്ള ഹെയർ ടെക്സ്ചറാണെന്ന് അറിയാൻ, അതെങ്ങനെയാണെന്ന് നമ്മൾ അറിയാം. അവരുടെ നാച്ചുറൽ ഡ്രൈ ആയി കിടക്കുമ്പോൾ മാത്രമേ ഹെയറിന്റെ ടെക്സ്ചറിനെ പറ്റി നമുക്ക് കൃത്യമായിട്ടുള്ള ബോധം മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അവരോട് ക്ലയന്റ് വന്ന ഉടൻ തന്നെ പോയിട്ട് ഹെയർ വാഷിലേക്ക് പോകുമ്പോഴേക്ക് ആരാണോ ഹെയർ ഡ്രസ്സർ, സ്റ്റൈലിസ്റ്റ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരാൾക്ക് അത് മനസ്സിലാക്കാൻ എളുപ്പമല്ല. പ്രത്യേകിച്ചും നമുക്ക് ആ സ്റ്റൈൽസ്, ആ ഹെയറിന്റെ ടെക്സ്ചർ എങ്ങനെയാണ്, അവർക്ക് ഏത് സ്റ്റൈൽസ് കൊടുക്കണം, അതിനാണ് നമുക്കൊരു നമുക്ക് ഒരു ക്ലയന്റുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് അനിവാര്യമായിട്ടുള്ള കാര്യമാണത്. നമുക്കൊരു ക്ലയന്റ് വന്ന ഉടൻ തന്നെ അവരെ നമ്മുടെ ചെയറിൽ ഇരുത്തിച്ചുകൊണ്ട് നമുക്കൊരു കട്ടിംഗ് ചെയർസിലാണ്, ആ കട്ടിംഗ് ചെയറിൽ ഇരുന്നു കൊണ്ട് അവരുമായിട്ടൊരു ഡിസ്കഷൻ വേണം. നമുക്ക് ഒരു അവരുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിൽ കൂടുതലായിട്ട് നമുക്ക് അനിവാര്യമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനത്തെ കാര്യത്തിൽ? അപ്പോൾ അവരുമായിട്ടുള്ള ഹെയറിന്റെ ടെക്സ്ചറിനെ പറ്റി മനസ്സിലാക്കുക, അവരുടെ ജോബ്, അവരുടെ പ്രൊഫഷണൽ എന്താണ്, ആ പ്രൊഫഷണലെ ബേസ് ചെയ്തിട്ട് വേണം നമ്മളത് കൂടുതൽ കാര്യങ്ങൾ അവരോടായിട്ട് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കി നമുക്ക് അവരുടെ പ്രൊഫഷണൽ ഇതാണ്. അപ്പോൾ ഒന്നും വേണ്ട, നമുക്കൊരു നോർമലായിട്ട് എടുക്കാം. ഒരു നേഴ്സ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് ഹെയർ ലെങ്ത് വേണം, അവർക്ക് പുട്ടപ്പ് ചെയ്യണം. അപ്പോൾ അതുപോലുള്ള ഒരു ഹെയർ സ്റ്റൈൽസ് വേണം നമുക്ക് അവർക്ക് കൊടുക്കാൻ. അപ്പോൾ അത്തരത്തിൽ നമ്മൾ ഓരോന്നിനെ പറ്റി മനസ്സിലാക്കുകയും അവരുടെ ജോബ്, അവരുടെ പ്രൊഫഷണൽ, അവരുടെ ഹെയറിന്റെ ടെക്സ്ചർ, വോളിയം, ലെങ്ത്, ഇതിനെ ബേസ് ചെയ്തിട്ടാണ് ഹെയറിന്റെ സ്റ്റൈൽസ്. എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഫെദർ കട്ട്. ഒറ്റയടിക്ക് അങ്ങോട്ട് പറയും ഫെദർ കട്ട്, റൈസർ കട്ട്, അതേപോലെ സ്റ്റെപ്പ് കട്ട്. ഇതങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് പോവാണ്. ഏത് തരം ഹെയറിലാണ് ഫെദർ കട്ട് പറ്റുക, ഏത് തരം ഹെയറിലാണ് നമുക്ക് വേവി ഹെയർ, കേളി ഹെയർ, ഇതേപോലത്തെ ഹെയറിൽ ഏത് സ്റ്റൈൽസ് കൊടുക്കാൻ പറ്റും, അത്തരത്തിലുള്ള കാര്യങ്ങളെ പറ്റി യാതൊരു ബോധമില്ല. ക്ലയന്റ് വന്ന് പറയുന്നു എനിക്ക് ഫെദർ കട്ട് വേണം, അപ്പം നേരിട്ട് പോയിട്ട് ഫെദർ കട്ട്. എന്താണ് ഈ കേളി ഹെയറിൽ എങ്ങനെയാണ് ഫെദർ കട്ട് ചെയ്യുന്നത്, അതെങ്ങനെ ചെയ്യാൻ പറ്റുക, അത് ആദ്യം മനസ്സിലാക്കണം. ഒന്ന് വേവി ഹെയറിൽ കുറച്ചും കൂടി നമുക്ക് സാധ്യമാകും. പ്രത്യേകിച്ചും കേളി ഹെയറിൽ എങ്ങനെയാണ് ഫെദർ കട്ട് ചെയ്യാൻ പറ്റുന്നത്? ഫെദർ കട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഹെയറിന്റെ ടെക്സ്ചർ ഉണ്ടാകുന്ന മാറ്റം എന്തൊക്കെയാണ്? ഹെയറിന്റെ ടെക്സ്ചർ കംപ്ലീറ്റ് ആയിട്ടും ചേഞ്ച് ആയി പോവാണ്. ഫെദർ എന്ന് പറഞ്ഞാൽ എന്താണ്, അൺഈക്വലാണ്, ഒരു ഫെദർ മാതിരി ഇരിക്കും. അപ്പോൾ നമ്മൾ വേവി ഹെയറിൽ എങ്ങനെ ഫെദർ കാണിക്കാൻ പറ്റുമോ നമുക്ക്? നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, എല്ലാവരും കാര്യം മനസ്സിലാക്കുക. നമുക്കൊരു ഫെദർ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഹെയർ സെറ്റിങ്ങോ ബ്ലോ ഡ്രൈ സെറ്റിങ്ങോ ചെയ്ത് കഴിഞ്ഞാൽ അത് ബ്യൂട്ടിഫുൾ ആയി നിൽക്കും. ഇറ്റ്സ് 1 day അല്ലെങ്കിൽ 1 wash. അപ്പോൾ അത്തരത്തിലുള്ള 1 വാഷിന് വേണ്ടിയല്ല നിങ്ങളുടെ ക്ലയന്റ് നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. തീർച്ചയായിട്ടും അത് നമ്മളെ ലാസ്റ്റിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അവരിപ്പം ആ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രയർ ഒന്ന് യൂസ് ചെയ്താൽ തന്നെ നമുക്ക് പിന്നീടും ഹെയർ അങ്ങനെ തന്നെ നിൽക്കണം. അവർക്ക് എപ്പോഴും ഡ്രയർ യൂസ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി നല്ലോണം നമുക്ക് കൃത്യമായിട്ടുള്ള അറിവുണ്ടാകണം. അപ്പോൾ ഓരോ കട്ടും, സ്റ്റെപ്പ് കട്ട് ഏത് തരം ഹെയർ ടെക്സ്ചറിനെ പറ്റി ചെയ്യാൻ പറ്റും, അതേപോലെ ഫെദർ കട്ട് ഏത് തരം ഹെയർ ടെക്സ്ചറിനെ വെച്ച് ചെയ്യാൻ പറ്റും, അതേപോലെ നമ്മൾ ഉപയോഗിക്കുന്ന പല ടൈപ്പ് ഓഫ് ഹെയർ സ്റ്റൈൽസ് ആൻഡ് നെയിംസ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് നെയിം ആ സ്ഥലത്തും വരുന്നുണ്ട്. അത് ഓരോ ആൾക്കാരും ക്രിയേറ്റീവ് സ്റ്റൈലിസ്റ്റ് എങ്ങനെയാണോ പേരിടുന്നത് അതുപോലെ തന്നെ ആയിരിക്കും അതിന്റെ സ്റ്റൈൽസ്. ഇപ്പം ഞാനൊരു പേരിട്ടു, എന്തെങ്കിലും ഒരു ഹെയറിനെ പറ്റി പറയുന്നു, ആ ഹെയറിനെ പറ്റി ഞാൻ പറഞ്ഞു ഇതാണ് ക്ലാസിക് ഇൻവേർഷൻ, അല്ലെങ്കിൽ ഇതാണ് റിവേഴ്സ് ഗ്രാജുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ എനിക്കതിനെ ആധികാരികമായിട്ട് ഞാൻ നോക്കും. ഇന്ന് നമുക്കതിൻ്റെ ആവശ്യകത ഒരുപാടുണ്ട്. എന്താണ് ഫെദർ കട്ട്, അല്ലെങ്കിൽ എന്താണ് ഗ്രാജുവേഷൻ, എന്താണ് റേസർ കട്ട്? എല്ലാവരും പറയും ഫെദർ കട്ടും റേസർ കട്ടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് റേസർ കട്ട് ചെയ്തത്? റേസർ കട്ട് എന്ന് പറഞ്ഞാൽ ഓൺലി റേസർ ഉപയോഗിച്ച് മാത്രം ടെക്സ്ചറൈസിങ് പേജ് ചെയ്യുന്നതാണ് റേസർ കട്ട്. അപ്പോൾ അത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് അറിവില്ലായ്മ കൊണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട്. എല്ലാ ക്ലയന്റ് പറയുന്നതെല്ലാം ചെയ്യേണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഒരു രോഗി പോയിട്ട് ഡോക്ടറോട് പറഞ്ഞ് എനിക്ക് ഫീവർ ഉണ്ട്, എനിക്ക് ഇന്നേ മെഡിസിൻ വേണം, $650 വേണമെന്ന് പറയുന്ന പോലെ ഇപ്പോൾ
ഡോക്ടറാണ് തീരുമാനിക്കേണ്ടത് ഏത് തരം ഹെയർ സ്റ്റൈൽസ് ആണ് ക്ലയന്റിന് കൊടുക്കേണ്ടത്, ക്ലയന്റ് അല്ല പേഷ്യൻസിന് കൊടുക്കേണ്ടതെന്നുള്ളത്. അതുപോലെ ആയിരിക്കണം നമ്മളും കൊടുക്കേണ്ടത്. ഒരു സ്റ്റൈലിസ്റ്റ് ഒരു സ്റ്റൈലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ സ്റ്റൈലിസ്റ്റിന് അത്യാവശ്യം എല്ലാ കാര്യങ്ങളെ പറ്റി നല്ല നോളജ് വേണം. അതും അത്യാവശ്യം ഒരു ഘടകവും കൂടിയാണ്. അപ്പൊ അവർ പറയുന്ന കാര്യങ്ങൾ ആ ഹെയറിൽ അത് പറ്റില്ല. ഞങ്ങളൊക്കെ പറയുകയാണെങ്കിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു ഹെയർ സ്റ്റൈലിനെ പറ്റി ഒരു ഹെയർ എടുത്തു അതിന് ടെക്സ്ചർ നോക്കി അതിൽ ഹെയർ ഫാളിംഗ് ഉണ്ട്, കൂടുതൽ ഹെയർ ഫാളിംഗ് ഉണ്ട്, ഹെയർ ലൂസ് ഉണ്ട്, അതേപോലെ ഡാൻഡ്രഫിന്റെ പ്രോബ്ലംസ് ഉണ്ട്, ടെക്സ്ചർ വളരെ മോശമാണ്, ഫ്രീസ്നെസ് ഉണ്ട്, ഡ്രൈനെസ് ഉണ്ട്, സ്പ്ലിറ്റ് എൻഡ്സ് ഉണ്ട്. ഇത്രയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതൊക്കെ സ്റ്റൈൽസ് നമുക്ക് കൊടുക്കാൻ പറ്റും, അത്തരത്തിലുള്ള സ്റ്റൈൽസ് നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം ഒരു സ്റ്റൈലിസ്റ്റ് എന്ന് അല്ലെങ്കിൽ ഹെയർ സ്റ്റൈലിസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് പുറമെ നമുക്ക് കെമിക്കൽ ഹെയർസ് വരുന്നുണ്ട്. ആ കെമിക്കൽ ഹെയർസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാകും. അതേപോലെ ഈ ഹെയറിനെ പറ്റി പറയുകയാണെങ്കിൽ ഒത്തിരി സംസാരിക്കേണ്ടതായി വരും. അപ്പോൾ ചെറിയ ടിപ്സുമായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് വരാം. യൂട്യൂബ് ചാനലായ ആഷ്ബുഷ് ബാംഗ്ലൂർ എന്ന ചാനൽ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യും, ഷെയർ ചെയ്യുക, നോട്ടിഫിക്കേഷനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ ഞാൻ പറയുന്ന കാര്യങ്ങളും ഞാൻ ചെയ്യുന്ന വീഡിയോസുകളും നിങ്ങൾക്ക് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അതുകൊണ്ട് നെക്സ്റ്റ് ഒരു ടോപ്പിക്കുമായിട്ട് വരുന്നവരേക്കും ബൈ ആഷ്ബുഷ്.